നമസ്കാരം. ഇന്ന് നമുക്ക് ഏറെ പ്രത്യേകതകളുള്ള അതിഥി പത്മശ്രീ പ്രൊഫസർ ഡോക്ടർ എൻ.ആർ. മാധവമേനോൻ, അന്താരാഷ്ട്ര പ്രശസ്തനായ നിയമ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി മാതൃകകൾ സൃഷ്ടിച്ച പ്രശസ്ത വ്യക്തിത്വം. അതുപോലെ തന്നെ ഇന്ത്യയിലെ നിയമബോധന പരിശീലന രംഗങ്ങളിൽ ദേശീയ സാരഥ്യം തന്നെയുള്ള അപൂർവ പ്രതിഭ. നമസ്കാരം. നമസ്കാരം. സാധാരണ ആദ്യം ഞങ്ങൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട്, ഉത്തരം തേടിക്കൊണ്ട്. ഇന്ന് ആ പതിവ് അല്പം മാറ്റുന്നു. അങ്ങയ്ക്ക് ഇഷ്ടമുള്ള ഒരു ബിന്ദുവിൽ നിന്ന്, ഒരാശയത്തിൽ നിന്ന്, ഒരനുഭവത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാൽ. ഒരു ജീവിതത്തിൽ ഒരാദർശമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരാൾ പരിശ്രമിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്ത് നിലയിലും എത്തിച്ചേരാൻ സാധിക്കും എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിരിക്കുകയാണ്. അതിന് മറ്റൊരാളുടെ പേട്രണേജോ സഹായമോ ഇല്ലാതെ തന്നെ പരിതസ്ഥിതികൾ അനുകൂലമാണെങ്കിൽ ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് is what makes people to great heights. അതിന് നമ്മുടെ നാട്ടിൽ ഇന്ന് പല സാധ്യതകളുമുണ്ട്. അതിന് അന്യരാജ്യങ്ങളിലേക്ക് പോയി ശ്രമിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഇന്നത്തെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് വച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്നത്തെ യുവതലമുറകൾക്ക് ഉയർന്നു വരുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസവും ഒരു ഡോക്ടർ അബ്ദുൽ കലാം പറയുന്ന മാതിരി ഒരു കപ്പാസിറ്റി ടു ഡ്രീം ഈസ് വാട്ട് ഈസ് റിക്വയർഡ് ഫോർ അച്ചീവ്മെൻറ്റ്സ് ഇൻ ലൈഫ്. അതിനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ഭാരതത്തിൽ വളരെയധികം വരുന്നുണ്ട് എന്ന് യുവതലമുറകളെ ഞാൻ ഈ സംഭാഷണം മുഖാന്തരം അറിയിക്കാനായിട്ട് ആദ്യം അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ സാമ്പത്തികമായിട്ടും മറ്റു തരത്തിലും മോശമായ ഒരു ചുറ്റുപാടിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസവും. ജനിച്ച് 2 കൊല്ലത്തിനകം തന്നെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മയാണ് 3 പെൺകുട്ടികളെയും എന്നെയും വളർത്തിയത്. വിദ്യാഭ്യാസത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസരമായിരുന്നു. അതിൽ നിന്ന് സാധാരണ വിദ്യാഭ്യാസം, കേരളത്തിൽ ലഭ്യമാകുന്ന വിദ്യാഭ്യാസം അന്നത്തെ കാലത്ത് എനിക്കും കിട്ടി. പക്ഷേ അതിൽ നിന്ന് എനിക്കൊരു ദിശ കണ്ട് മുകളിലോട്ട് ഉയരാൻ സാധിച്ചത് സാഹചര്യം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും അമ്മയുടെ അനുഗ്രഹം കൊണ്ടും പിന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരുടെ അനുഗ്രഹം കൊണ്ടും സാധിച്ചതാണ്. പുതിയ തലമുറയിലെ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഡോക്ടർ എൻ.ആർ. മാധവമേനോൻ്റെ ജനനം 1935 മെയ് 4 തിരുവനന്തപുരത്ത്. വന്ധ്യപിതാവ് ശ്രീ രാമകൃഷ്ണമേനോൻ റവന്യൂ സർവീസിലായിരുന്നു. വന്ധ്യമാതാവ് ശ്രീമതി ടി.ജി. ഭവാനിയമ്മ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ഡി. രമാദേവി. ഏകമകൻ ശ്രീ ആർ.കെ. മേനോൻ എഞ്ചിനീയറായി ബാംഗ്ലൂരിൽ സേവനമനുഷ്ഠിക്കുന്നു. ഇതാണ് മാധവമേനോൻ സാറിൻ്റെ കുടുംബ പശ്ചാത്തലം. നിയമം പഠിക്കണം, നിയമം പഠിച്ചതിന് ശേഷം ഏറെ വരുമാന സാധ്യതകളുള്ള അഭിഭാഷക വൃത്തി, അതിലാണ് പലരും ശ്രദ്ധയൂന്നുന്നത്. അങ്ങ് തിരഞ്ഞെടുത്തത് താപസ തുല്യമായ ഏകാഗ്രതയോടുകൂടി ഒരു ഗുരുനാഥൻ്റെ റോളാണ്. അതിന് എന്താണ് പ്രേരണയായത്? പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. ഈ അധ്യാപക വൃത്തി ഞാൻ ആലോചിച്ച് തിരഞ്ഞെടുത്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അമ്മയ്ക്ക് എന്നെ ഒരു ഡോക്ടറാക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പരിതസ്ഥിതി അതിന് അനുകൂലമല്ലായിരുന്നു എന്ന് പറയാം. കാരണം അന്ന് നമ്മുടെ തിരുവിതാംകൂറിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലായിരുന്നു. ഞാൻ BSc പാസ്സായ കൊല്ലമാണ് ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്.
തിരുവനന്തപുരത്ത് നിന്ന് വെളിയിൽ പോയി പഠിപ്പിക്കാനുള്ള കേൾപ്പ് അമ്മയ്ക്കില്ലായിരുന്നു. രണ്ടാമത് ഒരു കാര്യം, BSc പാസ്സായി കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജ് അഡ്മിഷന് ഞാനും ശ്രമിച്ചു, എനിക്കന്ന് കിട്ടിയില്ല. അപ്പം പിന്നൊരു ഓപ്ഷനായിട്ട് അന്ന് അവൈലബിൾ MScക്ക് പഠിക്കണമോ അതോ മറ്റ് നിയമത്തിന്. അപ്പോൾ നിയമവിദ്യാഭ്യാസത്തിന് പോകാം എന്ന് എൻ്റെ അമ്മാവനും കൊച്ചച്ഛനും അവരൊക്കെ വക്കീലന്മാരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അമ്മയടുത്ത് പറഞ്ഞു, ഇവനെ നിയമവിദ്യാഭ്യാസത്തിന് അയച്ച വക്കീലായാൽ അവരുടെ കൂടെ പ്രാക്ടീസും ചെയ്യാം. അപ്പം അമ്മയ്ക്ക് വേറെ ഓപ്ഷനില്ല. ഒന്നാമത് ബാക്കി വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ കൂടുതൽ പണം ചിലവാക്കണം, അതിനുള്ള കേൾപ്പില്ല. 3 ചേച്ചിമാരാണ്, അവരെയൊക്കെ പഠിപ്പിക്കണം. രണ്ടാമത് ഇവിടെ ഈ ഒരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് തുടങ്ങിയത് വളരെ കോമ്പറ്റീഷനൊക്കെ ഉള്ള ഒരു ആദ്യത്തെ കൊല്ലം. അപ്പം ലോ കോളേജാണ് അത്. ആ കൊല്ലം നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് തിരുക്കൊച്ചി സംസ്ഥാനം ഉണ്ടായപ്പോൾ ഹൈക്കോർട്ട് കൊച്ചിയിലേക്ക് പോയപ്പോൾ ലോ കോളേജും കൊച്ചിയിലേക്ക് മാറ്റി. അപ്പോഴെങ്ങനെയാണ് അവിടെ പോവുക? അപ്പം അമ്മ ആരോ ഒക്കെ കണ്ടുപിടിച്ച് ബന്ധുക്കൾ ആരോ കൊച്ചിയിലുണ്ടെന്നറിഞ്ഞ് അവരുടെ കൂടെ താമസിച്ച് പഠിക്കാമെന്ന് പറഞ്ഞ് എന്നെ എറണാകുളം ലോ കോളേജിലേക്ക് അയക്കുകയായിരുന്നു. എനിക്ക് ഡിബേറ്റിലും എഴുത്ത് ഞാൻ BScക്കൊക്കെ പഠിക്കുമ്പം ഈ ഹിന്ദുവിൽ ലെറ്റേഴ്സ് ടു ദി എഡിറ്ററൊക്കെ എഴുതുമായിരുന്നു. അതിനൊക്കെ ഉള്ള ഒരു ആസക്തി ഉണ്ടായിരുന്നു. മാഗസിൻ്റെ എഡിറ്ററായിട്ട് കോളേജിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഡിബേറ്റിലും എഴുത്തിലുമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ വക്കീലാകാൻ പറ്റിയതാണ് എന്ന് പറഞ്ഞാണ് എനിക്കും അത് ഇഷ്ടമായി. ഞാൻ LLB ആദ്യത്തെ കൊല്ലം FL എന്നാണ് പറയുന്നത്. അത് എറണാകുളത്ത് നിന്ന് പാസ്സായി. പിറ്റേ കൊല്ലം അന്നത്തെ ചീഫ് മിനിസ്റ്റർ പട്ടംതാണുള്ള സാർ തിരുവനന്തപുരത്തേക്ക് വീണ്ടും ലോ കോളേജ് തുടർന്ന് ബോട്ടൺ ഹില്ലിൽ തുടങ്ങി. അവിടുത്തെ ആദ്യ ബാച്ചായിട്ട് പഠിച്ചു. അപ്പോഴമ്മ ആരോ ജോത്സ്യനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിധി എഴുതാനുള്ള എന്തോ അർഹതയുണ്ട് എന്ന് ജോത്സ്യൻ പറയുകയുണ്ടായി. അത് കാരണം അമ്മ പറഞ്ഞു, അപ്പം അഡ്വക്കേറ്റായിട്ട് തുടങ്ങിയാൽ ചിലപ്പം ജഡ്ജിയായിട്ട് വന്നേക്കാം എന്നുള്ള. അതെ. അപ്പോൾ അതിൽ നിന്ന് എന്നെ മാറ്റിയത് എൻ്റെ പ്രൊഫസർ ഡോക്ടർ AT മാർക്കോസാണ്. അദ്ദേഹം അന്ന് തിരുവനന്തപുരം ലോ കോളേജ് പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മാഗസിൻ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ കൂടുതൽ പരിചയമായി. അപ്പോൾ അദ്ദേഹം ഞാൻ 20-ാം വയസ്സിൽ LLB പാസ്സായി അഡ്വക്കേറ്റായി. അപ്പോൾ 1.5 കൊല്ലം എൻ്റെ കൊച്ചച്ഛനോടുകൂടി തിരുവനന്തപുരത്ത് കോടതികളിൽ പ്രാക്ടീസ് ചെയ്തു. അപ്പം മാർക്കോ സാർ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതിലിരിക്കേണ്ടവനല്ല, നിനക്ക് വിദ്യാഭ്യാസം കൂടുതൽ ചെയ്തിട്ട് ഒരു അധ്യാപകനായിട്ട് മാറുന്നതായിരിക്കും നല്ലത് എന്ന് അദ്ദേഹം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ആണ് ഞാൻ വിദ്യാഭ്യാസത്തിലേക്ക്, എനിക്കും അത് വളരെ ഇൻട്രസ്റ്റ്. എൻ്റെ പ്രസംഗിക്കാനും കുട്ടികളോട് ഇടപഴകാനും ഒക്കെ ഉള്ള ഒരു ആസക്തി എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു ഡിഗ്രി കോഴ്സിനും അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാരാണ് നിയമവിദ്യാഭ്യാസത്തിന് വന്ന്